പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ ദിവസം നിരവധി പ്രതിഷേധങ്ങൾക്കും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു. പുരുഷന്മാർക്കും ആനുകൂല്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ രംഗത്ത് വന്നപ്പോൾ എല്ലാ ബസ്സുകളിലും സൗജന്യം അനുവദിക്കണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. ഉദ്ഘാടന പരിപാടികൾ CPM ബഹിഷ്കരിച്ചിരുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതായിരുന്നു UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതിൽ വെള്ളം ചേർത്തു എന്നാണ് BJPയുടെ ആരോപണം. വേർതിരിവുകളില്ലാതെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJPയുടെ പ്രതിഷേധ മാർച്ച്. ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിൻ്റെ പേരിൽ ഇന്ന് നടത്തിയിരിക്കുന്നത്, ആ തട്ടിപ്പിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള പ്രിയദർശിനി, ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പ് പ്രിയദർശിനി തട്ടിപ്പ് എന്ന പേരിൽ ഇന്നു മുതൽ കുപ്രസിദ്ധമാകും എന്നിവിടുത്തെ VD സതീശനെ ഓർമ്മിപ്പിക്കാനാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെൻസ് അസോസിയേഷനും പ്രതിഷേധം സംഘടിപ്പിച്ചു. എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ടിക്കറ്റ് അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 60 വയസ്സിന് മേലുള്ള എല്ലാ പുരുഷന്മാർക്കും ഫ്രീ അനുവദിക്കണം. പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അനുവദിക്കണം. എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അർഹതപ്പെട്ട സ്ത്രീകൾ. പുരുഷന്മാർക്ക് സൗജന്യം നൽകിയാൽ പണം കുടുംബത്തെത്തില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി ഇങ്ങനെ: ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം മദ്യപിക്കില്ലായിരിക്കാം. ഈ മദ്യപിക്കുന്ന പിതാക്കന്മാര് കൂലിപ്പണി ചെയ്ത് നടുവൊടിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ 2 എണ്ണം അടിക്കുന്നത്. അതിലവരെ തെറ്റു പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് രാത്രി കിടന്നുറങ്ങണം. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രതിരോധങ്ങളും നടന്നു. വാഗ്ദാനങ്ങളിൽ വെള്ളം ചേർത്തുവെന്ന് ആരോപിച്ച CPM പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.